കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ആലത്തൂരിലെ തന്റെ വോട്ടർമാരെ കാണാനെത്തി ആലത്തൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. ജനങ്ങളുടെ പ്രിയ നേതാവിന് കൊച്ചിയിലും ലഭിച്ചത് ആവേശോജ്വല സ്വീകരണം. പോലീസുകാർക്ക് എന്താ ആലത്തൂർക്കാർക്ക് എന്താ എറണാകുളത്തു നിന്നുള്ള ചോദ്യം അല്ലേ? അപ്പോൾ ചോദ്യത്തിന് തുടങ്ങാം. അപ്പോൾ ആലത്തൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അതിൽ ആലത്തൂർ മണ്ഡലത്തിൽപ്പെട്ട കുന്നംകുളം അസംബ്ലി മണ്ഡലത്തിലെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പോഴും കുന്നംകുളത്തെയും വടക്കാഞ്ചേരിയിലും ചേലക്കരയിലും വോട്ടർമാരാണ്. അവരെ നേരിൽ വന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇന്ന് വന്നത്. ആലത്തൂർ സ്ഥാനാർത്ഥിക്ക് കൊച്ചിയിൽ എന്ത് കാര്യമെന്ന ചോദ്യത്തിന് ആദ്യം മറുപടി, പിന്നെ ആലത്തൂരിലെ ജനങ്ങൾ മാത്രമല്ല കൊച്ചിയിലെ ജനങ്ങളും നൽകുന്ന സ്നേഹത്തിനും വരവേൽപ്പിനും സ്നേഹാഭിവാദ്യം. പിന്നെ രാഷ്ട്രീയത്തിലേക്ക്. സർവേകൾ എതിരാണല്ലോ എന്ന ചോദ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി പ്രവചിച്ചിട്ട് ജനങ്ങൾ നൽകിയ വമ്പൻ ഭൂരിപക്ഷം ചൂണ്ടിക്കാട്ടി ചെറിയ വാക്യത്തിൽ ഉത്തരം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോൾ പരാജയപ്പെടുമെന്നാണ് പറഞ്ഞത്. ഞാൻ ജയിച്ചത് 39,400 വോട്ടിനാണ്. പരാജയപ്പെടുമെന്ന് പറഞ്ഞ് സർവേ റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് 39,400 വോട്ടിന് ജയിച്ചത്. അപ്പോൾ റിപ്പോർട്ട് പലരും ഉണ്ടാവും, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ റിപ്പോർട്ടുണ്ടാവും. ജനങ്ങളാണ് ആത്യന്തികമായിട്ട് തീരുമാനിക്കുക. സ്ഥാനാർത്ഥിയുടെ തന്നെ വാക്കിലെ ജനപക്ഷവും മറുപക്ഷവും തമ്മിലുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഇടതിന് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്കുള്ള നേർചിത്രമായി ആലത്തൂരിലെ പ്രചാരണ തിരക്കിലും കൊച്ചിയിലെ തന്റെ വോട്ടർമാരെ കാണാനെത്തിയ ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ലഭിച്ച സ്വീകരണം. ആലത്തൂരുകാരുടെ രാധേട്ടൻ, കൊച്ചിയുടെയും പ്രിയപ്പെട്ട സഖാവെന്ന കൊച്ചി മാർക്കറ്റിൽ വാനിലേക്കുയർന്ന തൊഴിലാളി മുഷ്ടികൾ സാക്ഷ്യം. കൈരളി ന്യൂസ്, കൊച്ചി.